ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും ഹെൽത്തിയുമായിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് 2 രൂപത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ക്യാരറ്റ് ആണ്. പിന്നെ വേണ്ടത് 10 ഈത്തപ്പഴം, ഒരു ചെറിയ ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പാലും. ഇത് തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. ഇനി ക്യാരറ്റ് ആപ്പിളും പീൽ ചെയ്തെടുക്കാം. ഇനി ക്യാരറ്റ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റും ഈത്തപ്പഴവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടിച്ചെടുക്കാൻ ആവശ്യമായ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി അടിച്ചെടുക്കാം. ഇതിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല, കാരണം ഈത്തപ്പഴം ഇട്ടാൽ തന്നെ അത്യാവശ്യത്തിനുള്ള മധുരം ഉണ്ടാകും. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചസാര ഒഴിവാക്കുന്നതാണല്ലോ ഹെൽത്തിന് നല്ലത്. ക്യാരറ്റ് ജ്യൂസ് ചർമ്മത്തിനും കണ്ണിനും നല്ലതാണ്. ഇങ്ങനെ ദിവസം ഉണ്ടാക്കി കുടിക്കുന്നത് മുഖത്തിന് നല്ല തിളക്കം കിട്ടാനും നിറം വെക്കാനും നല്ലതാണ് കേട്ടോ. ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കാം. ഇനി നേരത്തെ പീൽ ചെയ്ത് വെച്ച ആപ്പിൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതിന് മുകളിലായി ഗ്രേറ്റ് ചെയ്ത ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ക്യാരറ്റ് ജ്യൂസാണ്. ഇനി വീട്ടിൽ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു ക്യാരറ്റിന് 2 ഗ്ലാസ് ജ്യൂസാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ക്യാരറ്റ് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഇത് സ്റ്റീമറിലിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. പതിനഞ്ച് മിനിറ്റ് വെച്ച് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ക്യാരറ്റ് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെന്തുടേണ്ടതില്ല, നന്നായി ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. ഈ സ്റ്റീം ചെയ്ത ക്യാരറ്റ് ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം.
ഇങ്ങനെ ചെയ്യുന്നത് ക്യാരറ്റ് സ്റ്റീം ചെയ്തതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് മാറിക്കിട്ടും. ജ്യൂസിന് നല്ല ടേസ്റ്റും കിട്ടും. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ക്യാരറ്റ് ഒരു ജ്യൂസ് ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇതിൽ ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചത് കൊണ്ട് തന്നെ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ശേഷം കട്ടപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ആപ്പിൾ ഇട്ട് കൊടുക്കാം. ശേഷം ആൽമണ്ടും കാഷ്യൂനട്ട് പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. സ്റ്റീം ചെയ്തതുകൊണ്ട് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായി അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ ക്യാരറ്റിന്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാനുമില്ല. വീണ്ടും ഇതിന് മുകളിലായി നട്ട്സും ഗ്രേറ്റ് ചെയ്ത ആപ്പിളും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്